ഹായ് ചക്രു സ്റ്റോറീസിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. എന്നെ 1000 സബ്സ്ക്രൈബറിലേക്ക് എത്തിച്ച എല്ലാ യൂട്യൂബർമാർക്കും മറ്റ് പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ഒരിക്കലും ഒരു 1K സബ്സ്ക്രൈബർ എനിക്കാകില്ല എന്ന് കരുതിയെടുത്തുനിന്നാണ്, അത് വളരെ അകലെയാണ് എന്ന് കരുതിയെടുത്തുനിന്നാണ് വെറും 2 ആഴ്ച കൊണ്ട് ഞാൻ 1K സബ്സ്ക്രൈബറിലേക്ക് മാറിയത്. ആ കടന്നു വന്ന പാതകൾ എങ്ങനെയാണ് ഞാൻ 1000 സബ്സ്ക്രൈബറിലേക്ക് എത്തിച്ചേർന്നതെന്നാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് 2021-ലാണ്. പ്രതീക്ഷകൾ മാത്രമേ ഉള്ളായിരുന്നു, സബ്സ്ക്രൈബർ തീരെ ഇല്ലായിരുന്നു. ഞാനും എൻ്റെ കൂട്ടുകാരും വീട്ടുകാരും മറ്റ് ബന്ധുക്കളും ചേർന്ന് വളരെ കൊച്ചു സബ്സ്ക്രൈബർ മാത്രമുള്ള ഒരു യൂട്യൂബർ മാത്രമായിരുന്നു. 2021 ഞാൻ ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്ത എൻ്റെ വീഡിയോ ആണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. ഞാനും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ്. എൻ്റെ ചാനലിൻ്റെ കണ്ടൻറ്റ് സിനിമകളോ ട്രോളുകളോ ഒന്നുമല്ല. നിങ്ങളെല്ലാം കഥ വായിക്കാൻ ഇന്ന് പലർക്കും അത്ര എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ തുടങ്ങുന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ കണ്ട് പരിചയിച്ച, ഞാൻ വല്ലപ്പോഴായി കുത്തിക്കുറിച്ച ചില കഥകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. എല്ലാവരും നല്ല എഴുതാനുള്ള ആഗ്രഹവും കഥ പറയാനും കഥ കേൾക്കാനുമുള്ള ആഗ്രഹവും കൊണ്ട് ഒരു സ്റ്റോറി ടെല്ലിംഗ് പോലുള്ള ഒരു ചെറിയ ചാനലാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. ചാനൽ തുടങ്ങിയിട്ടും വലിയ സബ്സ്ക്രൈബർ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ കൂട്ടുകാരെയൊക്കെ, പഴയ കൂട്ടുകാരെയൊക്കെ തപ്പിയെടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു. ചാനൽ തുടങ്ങിയെന്നും പറഞ്ഞ് അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു. ചിലർ ചെയ്യാത്തവരുണ്ട്. പിന്നെ കൂട്ടുകാരെ പോലും സബ്സ്ക്രൈബ് ചെയ്യിച്ചു. പിന്നെ എല്ലാ ഫംഗ്ഷനുകൾക്കും പോവുക, അവിടെ പോയിട്ട് കാണുന്നവരടുത്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, എല്ലാ ബന്ധുക്കളുടെയും വെറുതെ സുഖാന്വേഷണം നടത്തി അവരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തു, അവരെ അയൽക്കാരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുകയൊക്കെ ഞാൻ ചെയ്തു. ഇത് വെറുതെ പറയുന്നില്ല കേട്ടോ, സത്യമായിട്ടുള്ള കാര്യമാണ്. സത്യത്തിൽ എന്നോട് ഒരു പ്രാവശ്യം മിണ്ടിയവരോടും അപരിചിതരോടും ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ട്രെയിനിലോ പോകുമ്പോഴൊക്കെ കാണുന്നവരടുത്തൊക്കെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ, എനിക്കൊരു ചാനലുണ്ട് എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തു. കൂടുതൽ സബ്സ്ക്രൈബർ കിട്ടാത്തത് കൊണ്ട് ഞാൻ ട്രാവലിംഗ് ചാനലിലേക്ക്, ട്രാവൽ ചെയ്യുന്ന കുറേ വീഡിയോസ് ചെയ്ത്, ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളും കൂടെയാണ് ഞാൻ. ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന വീഡിയോസിലേക്ക് ചുവട് മാറ്റി നോക്കി, അവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടിയാലോ. ട്രാവലിംഗ് ചാനൽ തുടങ്ങിയിട്ടും സബ്സ്ക്രൈബർ കിട്ടാത്തത് കൊണ്ട് ചില കള്ളത്തരങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ചിലരെ കയ്യിൽ നിന്ന് കോൾ വാങ്ങാൻ എടുക്കും. ഫോൺ എടുത്തിട്ട് ഞാൻ അവരറിയാതെ തന്നെ എൻ്റെ ചാനൽ അവരെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും. അതിൽ മലയാളി, തമിഴ്, ബംഗാളി, ഹിന്ദിക്കാരൻ എല്ലാവരും ഉണ്ടായിരുന്നു. ഈ ഞാൻ ചെയ്ത സബ്സ്ക്രൈബർ അല്ലാതെ വേറെ ആരും ആ വഴിക്ക് വന്നില്ല. ഞാൻ ഇങ്ങനെ ചെയ്ത സബ്സ്ക്രൈബർ അവർക്ക് മനസ്സിലായപ്പോൾ അവരതൊക്കെ റിമൂവ് ചെയ്യുകയും ചെയ്തു. ഇത്രയൊക്കെ ചെയ്തിട്ടും സബ്സ്ക്രൈബറിന് മാത്രം ഒരു ഇതുമില്ലാത്തതുകൊണ്ട് ട്രെൻഡ് മാറ്റി ഷോർട്ട് ഫിലിം ആക്കി. ഷോർട്ട് ഫിലിം ചെയ്തു. സ്വന്തമായിട്ട് കഥയും കവിതയും വരെ എഴുതി, തിരക്കഥയെല്ലാം എഴുതി, ക്യാമറ എല്ലാം റെഡിയാക്കി അങ്ങനെ ഷോർട്ട് ഫിലിമും ചെയ്തു. എന്നിട്ട് അറിയാവുന്നവർക്ക് അയച്ചു കൊടുത്തു, ലിങ്കൊക്കെ അയച്ചു കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും കാണാനും ഒക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഒരു സ്മോൾ ഗ്രൂപ്പിൽ ചേർന്നു. അവിടെ കുറേ പുതിയ ആൾക്കാരെ കിട്ടില്ല, അവർ വഴിയും കുറേ ചേർന്നത് തന്നെ യഥാർത്ഥത്തിൽ ഈ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു സ്കൂൾ ഗ്രൂപ്പിൽ പോയി ചേർന്നു, പിന്നെ ഏതൊക്കെയോ ഗ്രൂപ്പിലൊക്കെ പോയി ചേർന്നു. പക്ഷേ എന്നിട്ടും സബ്സ്ക്രൈബേഴ്സ് വ്യൂസൊന്നും വലിയ വ്യത്യാസമൊന്നും വന്നില്ല. സ്ഥിരമായിട്ട് കാണുന്നത് ഞാനും എൻ്റെ ഭാര്യയും തന്നെ. 3-4 വ്യൂസ് വരും ഫസ്റ്റ് ദിവസം, പിന്നെ വല്ലപ്പോഴും അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോകുമ്പോഴാണ് കൊറോണ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ, ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അതിന് നല്ല പ്രശംസയും കുറേ ആൾക്കാരൊക്കെ നല്ല ഇത് പറഞ്ഞു, കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നു. അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബർ 261 പക്ഷേ ആ വീഡിയോ തീർന്ന ഉടനെ കുറ്റി അടിച്ച് കെട്ടിയ പശുവിനെ പോലെ അങ്ങനെ നിന്നു. സബ്സ്ക്രൈബേഴ്സിനും വ്യൂസിനും മാത്രം ഒരു മാറ്റവും ഇല്ല. சீக்கிரம் வரு, 2 சாப்பிட்டு வச்சா அம்மா வீடியோ கால் பண்ண, எனக்கு இப்ப பார்க்கணும். பாப்பா இந்த போன்ல வீடியோ கால் பண்ண முடியாது. அம்மா அழாதம்மா, எனக்கு கடவுள் இருக்கு. நான் ஒரு பாட்டு பாடித்தரேன், பாப்பா காதுல போன் வச்சிடு.
വിജയിക്കാതായപ്പോൾ പിന്നെ ഒരു കടുങ്ക ചെയ്തു. എൻ്റെ ഈ യൂട്യൂബ് പോലെ തന്നെ വേറെ കുറേ ചാനലുകൾ ഉണ്ടാക്കി അതുവഴി സബ്സ്ക്രൈബ് ചെയ്തു. അങ്ങനെയെങ്കിലും ആദ്യ ദിവസം കുറേ വ്യൂസ് കിട്ടുമ്പോഴത്തേക്ക് അൽഗോരിതോ അങ്ങനെയുള്ള ഗോരിതങ്ങളൊക്കെ മാറി എന്തെങ്കിലും വരുന്നെങ്കിൽ വരട്ടെ എന്ന് വെച്ചിട്ട് എവിടെ ഒന്നുമില്ല. പശുവിന് കുറ്റി അടിച്ച് കെട്ടിയ പശു ചാണകം കിട്ടാൻ ആ ചാണകത്തിന് പോലും കാലാന്തരത്തിൽ മാറ്റം ഉണ്ടാകും. പക്ഷേ ഇവിടെ നോ സബ്സ്ക്രൈബേഴ്സ്, നോ വ്യൂസ്, ഒന്നും മാറില്ല. അതിനുശേഷം പ്രധാനപ്പെട്ട ചില ടെക്കുകളുടെ വീഡിയോ കണ്ടിട്ട് വീഡിയോ എഡിറ്റിങ് എങ്ങനെ ചെയ്യണം, തമ്പനെയിൽ എങ്ങനെ ചെയ്യണം, സെറ്റിങ്സ് എങ്ങനെ ചെയ്യണം, എല്ലാം പക്കാ സെറ്റിങ്സ് ചെയ്തു. അപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, 10 വ്യൂസ് കൂടി, അല്ലെങ്കിൽ 10 സബ്സ്ക്രൈബേഴ്സോളം കൂടി. പക്ഷേ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ 7 അങ്ങ് പോയി, 3 മാത്രമേ ബാലൻസ് ഉള്ളായിരുന്നു. പക്ഷേ ഇതിൽ നിന്നെല്ലാം കുറേ കാര്യങ്ങൾ പഠിച്ചു. സ്വന്തമായി എഡിറ്റ് ചെയ്യാനും തമ്പനെയിൽ നന്നായിട്ട് ചെയ്യാനും അതുപോലെ കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ റെഡിയാക്കി എൻ്റെ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു, കുറച്ച് തമ്പനെയിൽ വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കും. പുട്ടിൻ്റെ ഇടയ്ക്ക് തേങ്ങ വയ്ക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് സബ്സ്ക്രൈബർ വരും പോകും. അങ്ങനെ 1-2 ഒക്കെ ഇടയ്ക്ക് കിട്ടിത്തുടങ്ങി എന്ന് പറയാം. അതിൽ കൂടുതൽ ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ സബ്സ്ക്രൈബറൊന്നും ഇല്ലാതിരുന്നപ്പോഴാണ് സ്കൂൾ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയത്. പിന്നെ അവിടത്തേക്ക് പോയി കുറേ ബഹളമാക്കായി അവസാനം അവരെന്നെ പടി അടച്ച് പിണ്ടം വെച്ചപ്പോൾ എല്ലാ വിഷമവും മാറ്റാനും നമ്മുടെ സ്വന്തമായ സന്തോഷങ്ങൾ കണ്ടെത്താനും വീണ്ടും ഞാൻ തിരിച്ച് യൂട്യൂബിലേക്ക് ഇപ്പോൾ ഒരു 4-5 മാസം മുന്നേ വീണ്ടും വന്നത്. അപ്പോൾ എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് പോവുകയും വരികയൊക്കെ ചെയ്തു. പ്രത്യേകിച്ച് ഒന്നും കിട്ടിത്തുടങ്ങിയതുമില്ല. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് സത്യത്തിൽ ഞാൻ പിന്നെ യൂട്യൂബ് വീഡിയോയിൽ നമ്മുടെ ഷോർട്ട് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. ഷോർട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയതാണ് ഒരു 10-200 സബ്സ്ക്രൈബർ വളരെ പയ്യാണെങ്കിൽ ചിലപ്പോൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ 10 സബ്സ്ക്രൈബർ വ്യൂസ് ഒക്കെ വന്നു തുടങ്ങി. പക്ഷേ അങ്ങനെ വല്ലപ്പോഴും ഒക്കെ വരിക പോവുക എന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു ഇതില്ല. നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ബന്ധുക്കളോ അവരൊന്നും കാണാറില്ല. സത്യത്തിൽ മിക്കവാറും ഉള്ളവർ കാണാറില്ല. അവരൊന്നും അതൊന്നും ശ്രദ്ധിക്കാറ് പോലുമില്ല. നമ്മൾ വീഡിയോസ് ഇടുന്നതോ ഇല്ല ഒന്നും ശ്രദ്ധിക്കും. നമ്മൾ അയച്ചു കൊടുത്താൽ ചിലപ്പോൾ കാണുമായിരിക്കും. അങ്ങനെ നമ്മുടെ വീഡിയോ തിരക്കി നമ്മുടെ ടെസ്റ്റ് തിരക്കി വരുന്നവരുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ ശരിക്കും പറഞ്ഞാൽ വളരത്തുള്ളൂ. പക്ഷേ അങ്ങനെ നമ്മുടെ ബന്ധുക്കളായിരുന്നാലും കൂട്ടുകാരായിരുന്നാലും അവരെ നമ്മൾ നിർബന്ധിച്ച് കാണിക്കണം. അങ്ങനെ കാണിച്ചിട്ട് നമുക്ക് ചാനലിന് യാതൊരു ഗുണവുമില്ല സത്യം പറഞ്ഞാൽ. വ്യൂസ് ഇപ്പോൾ 1K സബ്സ്ക്രൈബറായിട്ടും എനിക്ക് കിട്ടുന്നത്. ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ ഇപ്പോൾ 4-5 ദിവസമായി. അത് സത്യം പറഞ്ഞാൽ 21 പേരുണ്ടൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അതിന് വ്യൂസൊന്നും അങ്ങനെ കിട്ടുന്നതൊന്നുമില്ല. 1K സബ്സ്ക്രൈബർ ആയെന്ന് മാത്രമേ ഉള്ളൂ. മോണിറ്റൈസ് ഒന്നും ആയില്ല. 4000 വാച്ച് അവറൊക്കെ ഇനി എന്ന് നടക്കുമെന്ന്. എങ്കിലും ഒരു കടമ്പ കടന്നു. 4000 വാച്ച് അവറും എന്തെങ്കിലും ഒരിക്കൽ കടക്കും എന്നുള്ളൊരു പ്രതീക്ഷയോട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളും മുന്നോട്ട് വരണം. നല്ല വീഡിയോ, നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ ഒക്കെ ആണെങ്കിൽ കാണും. പക്ഷേ നമുക്കായിട്ടൊരു പ്രേക്ഷകരെ നമ്മൾ ഉണ്ടാക്കി എടുക്കുമ്പോൾ അങ്ങനെ ഒരു പ്രേക്ഷകർ വന്നാൽ മാത്രമേ നമുക്ക് വിജയമുള്ളൂ. അല്ലാതെ നമ്മുടെ ബന്ധുക്കളോ കൂട്ടുകാരോ അവരൊന്നും നമ്മുടെ വീഡിയോസ് ഒന്നും കാണും. കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം അനുസരിച്ച് മാത്രമേ അവർ വീഡിയോ കാണുകയുള്ളൂ. മിക്കവാറും നമ്മുടെ ഈ വീഡിയോ കാണുന്നവരൊക്കെ സത്യം പറഞ്ഞാൽ എവിടെയാണ് ഉള്ളത്? നമ്മുടെ കുടുംബത്തിലൊന്നും ആരെയും കാണാറില്ലെന്ന് വീഡിയോ ഒന്നും കാണുന്നത്. അവർ യൂട്യൂബ് അങ്ങനെ കാണാറില്ലെന്ന്. കുറച്ച് പേര് കുറേ ഷോർട്ടൊക്കെ കാണും. നമ്മൾ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ അവർ കാണും. അല്ലെങ്കിൽ ചിലർ കമ്മ്യൂണിറ്റി പോസ്റ്റിലേക്ക് വെച്ച് കയറുന്നുണ്ട്. നമ്മൾ വീഡിയോ ഇട്ടിട്ട് അങ്ങനെ കാണുന്നില്ല, ഇങ്ങനെ കാണുന്നില്ല, നമ്മളെല്ലാവരെയും കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 1K സബ്സ്ക്രൈബർ ഉള്ളത് എനിക്ക് കമൻറ്റും വീഡിയോസൊക്കെ ഇടുന്ന അല്ലെങ്കിൽ കാണുന്ന വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്, ലൈക്ക് കൊടുക്കാറുണ്ട്, കമൻറ്റ് കൊടുക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 1000 സബ്സ്ക്രൈബറിൽ പോയിട്ട് ഒരു 300 പേരെങ്കിലും ഒന്ന് കാണണ്ടേ? ഒരു 30% അതുമില്ല. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ വന്ന് വെച്ച് കീറുന്നവർ അവരവരുടെ കാര്യത്തിന് വേണ്ടി കീറുന്നതേ ഉള്ളൂ. പിന്നെ എല്ലാം പ്രതീക്ഷയാണല്ലോ. പിന്നെ ഒരു ദിവസം കൊണ്ട് 500 സബ്സ്ക്രൈബർ ഉണ്ട്, 1000 സബ്സ്ക്രൈബർ ഉണ്ടാകും. നിങ്ങൾ ഈ ടെക്നിക്കൽ അല്ലെങ്കിൽ സെറ്റിങ്സ് ഒക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ടെക്നിക്കൽ വീഡിയോസ് ഇടുന്നവർ അവർ ഒരുപാട് പേരുടെ വീഡിയോ നമ്മൾ കണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ സെറ്റിങ്സ് ഇനി പക്കയാണ്. യൂട്യൂബ് പോലും ഇത്രയധികം വിചാരിച്ചുള്ള അത്രയും പക്കായിട്ടിരിക്കുന്ന നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു വ്യൂസും ഒരു സബ്സ്ക്രൈബറും കിട്ടാറില്ല. പിന്നെ ഈ ഇടുന്ന ടെക്നിക്കലുടെ വീഡിയോയ്ക്ക് ഇഷ്ടംപോലെ ആൾക്കാർ വന്ന്
അവർക്ക് പക്ഷേ കാണുന്നു, നമുക്കൊരു മണ്ണാൻ കട്ടയും സത്യം പറഞ്ഞാൽ കിട്ടാറില്ല. അപ്പോൾ ഞാൻ ഈ 461 592 വരെയായിരുന്നു എൻ്റെ വീഡിയോ ഈ 2 ആഴ്ച മുന്നേ നിന്നത്. അപ്പോൾ എങ്ങനെയാണ് 1000 ആയെന്നുള്ള രഹസ്യം ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞില്ല, ഈ ടെക്കുകളെ കൊണ്ട് ഇവർ ഈ സെറ്റിങ്സ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒന്നും അല്ല സത്യം പറഞ്ഞാൽ എനിക്കുണ്ട്. അത് ഞാൻ സത്യസന്ധമായിട്ട് പറയാം, അങ്ങനെയൊന്നും അല്ല ഉണ്ടായത്. അതിൽ ഓരോരുത്തർ നമുക്ക് ഒന്നിച്ച് മുന്നേറാം എന്ന് പറഞ്ഞ് കുറേ പേരുണ്ട്. അവർക്കൊക്കെ ഞാൻ പോയി സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, അവരുടെ വീഡിയോസ് കാണുകയൊക്കെ ചെയ്തു. അവർ പക്ക നമ്മളെ കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ 2 ആഴ്ച കൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ആയവർ മാത്രമാണ് എൻ്റെ വീഡിയോസ് കാണുകയും കേൾക്കുകയും അവർ പക്ക ഇത് തന്നതുകൊണ്ട് മാത്രമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ഞാൻ 2 ആഴ്ച കൊണ്ട് 438 സബ്സ്ക്രൈബർ വരികയും ഞാൻ 1000-ലേക്ക് വന്ന് ചെറിയ 1000-ൽ ഒരുവനായിട്ട് മാറുകയൊക്കെ ചെയ്തത്. സത്യത്തിൽ നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ടാണ് എന്നെ ഇത്ര ഇടം വരെ കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ളവരെ നമ്മൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുതിയതായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 1000 സബ്സ്ക്രൈബർ ആവാം. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ 1000 സബ്സ്ക്രൈബറുടെ വീഡിയോസും കാണുക എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. എങ്കിലും ഒരു ദിവസം ഒരാഴ്ചയിൽ ഒരു കുറച്ച് പേരെങ്കിലും ഒരു 10-20 പേരുടെയെങ്കിലും വീഡിയോസ് ഒന്ന് കാണുക, ലൈക്ക് ചെയ്യുക ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുമെന്ന് ഇപ്പോൾ ഞാൻ ഈ 2 ആഴ്ച കൊണ്ട് മനസ്സിലാക്കി. ഞാൻ അതിന് വേണ്ടിയിട്ട് ഞായറാഴ്ച ഒരു ദിവസം കുറേ നേരം വീഡിയോ കാണാനായിട്ട് മാറ്റി വയ്ക്കുകയും ചെയ്യും. ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് ഒന്നിച്ച് മുന്നേറാമെന്ന് ഇട്ട അവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത്രയധികം എത്തിയത്. അതുപോലെ നമുക്ക് ഇനിയും 4000 വാച്ച് അവർ എന്ന് പറയുന്ന ഒരു കടമ്പ ഞാനും നിങ്ങളും ഒക്കെ ഒരേപോലെ ചാടിക്കിടക്കുന്നുള്ള പ്രതീക്ഷ ഉണ്ട്. ഒരിക്കലും ഇല്ലാത്തൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ 1000-ൽ വന്നത്. അതുകൊണ്ട് നല്ല വീഡിയോസും ഒക്കെ ചെയ്ത് നല്ല ക്വാളിറ്റി, പിന്നെ ഇതിൽ പറയുന്നില്ല നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ വേണം, തമ്പനയിൽ വേണം, ഒരു തമ്പനയിൽ കാണുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കണം, വീഡിയോ ക്വാളിറ്റി വേണം, HD തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ നല്ല അവതരണമായിരിക്കണം, നല്ല സംസാരമായിരിക്കണം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ വരും. പിന്നെ നല്ല കണ്ടൻ്റ് ആയിരിക്കണം, എപ്പോഴും ഒരു നല്ല കണ്ടൻ്റ് ആയിരിക്കണം. എങ്ങനെയെങ്കിലും ചെയ്ത് പോയാൽ പോരാ, നല്ലൊരു കണ്ടൻ്റ് ആയിരിക്കണം, അതിനൊരു നോവൽറ്റി വേണം. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്കാർ പതിയെ താനേ വരും. ഓക്കെ, വന്നിരിക്കും. അല്ല പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടില്ല. PSC പരീക്ഷ എഴുതുന്നുണ്ട്, കുറേ പരീക്ഷകൾ എഴുതി അവസാനം നമ്മൾ അതിൻ്റെ ഒരു ലെവൽ വരുമ്പോൾ ഏത് പരീക്ഷ എഴുതിയാലും വീഴുന്ന പോലെ നമ്മളിവിടെ കുറേ കാര്യങ്ങൾ ചെയ്ത് നല്ലൊരു ഇതാകുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ വീഡിയോസ് ശ്രദ്ധിക്കാൻ തുടങ്ങും. ഒരു ഇതുമില്ല, എൻ്റെ ശ്രദ്ധിക്കാൻ തുടങ്ങിയില്ല, ഞാനും അതിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 1K വ്യൂസ് ആയതിൻ്റെ അഹങ്കാരം മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. 1K വ്യൂസ് അല്ല, 1K സബ്സ്ക്രൈബർ. ഞാൻ സത്യത്തിൽ എൻ്റെ യൂട്യൂബ് ചാനലിനെ കാണുന്നത് എൻ്റെ ഒരു ഓൺലൈനിൽ ഡയറി പോലെ. നമ്മുടെ ഫോണിൽ നമ്മുടെ മെമ്മറീസ്, നമ്മുടെ യാത്രകൾ, മധുരതരമായ യാത്രകൾ, മെമ്മറീസ്, കഥകളൊക്കെ സൂക്ഷിക്കുന്ന ഒരു പരിധിയുണ്ട്. പക്ഷേ അതെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് മാറ്റി സൂക്ഷിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാനും കൊടുക്കാം, അറിയിക്കുകയും ചെയ്യാം. പക്ഷേ അതവിടെ തന്നെ ഒരു പോറൽ പോലും വെക്കാതെ അങ്ങനെ കിടക്കും. ഞാൻ എൻ്റെ ഒരു ഡയറി ആയിട്ട് തന്നെയാണ് കരുതുന്നത്. പിന്നെ ഈ എൻ്റെ വീഡിയോസ് കോപ്പിറൈറ്റ് ആയിട്ടുണ്ട്, സ്ട്രൈക്കുകളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇതുവരെയും ആരെയും അധിക്ഷേപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മോശമായിട്ടുള്ളൊരു വീഡിയോ ഒരുക്കി കണ്ടൻറ്റ് ഒരുക്കി നെഗറ്റീവ് സാധനങ്ങൾ ആളുകളിലേക്ക് പ്രചരിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, ഇനിയും ചെയ്യത്തുമില്ല. അതുപോലെ ഇപ്പോൾ കുറേ ചേച്ചിമാർ വേറെ കുട്ടികൾക്ക് കാണാൻ പോലും പറ്റാത്ത കുറേ വീഡിയോസ് ഇറക്കുന്നില്ല. എത്രയോ ആൾക്കാർ, എത്രയോ കുട്ടികൾ കാണുന്നില്ല. അങ്ങനെ വീഡിയോ ഇറക്കി അതുപോലെ ചാനൽ മോണിറ്റൈസ് ആവണ്ട, അതുപോലെ തന്നെ അതിന് കാശ് വേണ്ട. എൻ്റെ വീഡിയോ കാണുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഉപയോഗം ആർക്കെങ്കിലും വേണമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അത് ആ ഒരു ധൈര്യത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ സബ്സ്ക്രൈബറും വ്യൂസും അല്ലെങ്കിൽ വാച്ച് അവറും ഒന്നും കൂടിയില്ലെങ്കിൽ തന്നെ ഇത് ഒരു മനസ്സമാധാനത്തിന്, മനസ്സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇറക്കുന്നതാണ് നമ്മുടെ. അതായത് നിങ്ങളിപ്പോൾ ഈ ഒറ്റയ്ക്കിരിക്കുന്ന എന്നെ കാണുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും എന്ന് പറയുന്നത്. കാരണം കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു അന്യനാട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് ഇതിൽ കുറച്ച് വീഡിയോസ് ഇറക്കുകയും നമ്മുടെ കുറേ കാര്യങ്ങൾ പറയുന്നതും കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇനി ഒരു മോശം കണ്ടൻറ്റും ഇറക്കി നമ്മളിത് ചെയ്യാൻ സബ്സ്ക്രൈബറോ വ്യൂസോ കൂട്ടാൻ ആഗ്രഹിക്കുന്നില്ല. സത്യസന്ധമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. അതിന് നമ്മുടെ ഒന്നിച്ച് മുന്നേറാം എന്ന് പറഞ്ഞ് തുടങ്ങി വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒറ്റ വിശ്വാസത്തോടെ എല്ലാവർക്കും ബൈ.